നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാളെ ഡോക്ടർ ജയശങ്കറിന്റെ ഭാര്യ മായ രഞ്ജിനിയുടെ ഓർമ്മ ദിവസം. പോകുന്നില്ലേന്നോ? ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ല വക്കീലെ ഞാൻ കാത്തിരുന്നത്. ഒരു പിടി ചുവന്ന പൂക്കളുമായി പോകണം. പിന്നെ ഡോക്ടർ ജയശങ്കറിന് എന്റെ വക ഒരു സമ്മാനം എന്താണെന്ന് മാത്രം ഇതുവരെ പറഞ്ഞില്ല. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞില്ല, പിന്നല്ലേ വക്കീലിനോട്. ഡോക്ടറോട് വക്കീലിനോടും കള്ളം പറയരുതെന്നാ. എന്റെ വക്കീൽ ഇതിൽ കള്ളവും ചതിയൊന്നുമില്ല. നേരിട്ട് കാണാം. നാളെ വക്കീലും കൂടെ പോരെ. ഡോക്ടർ ജയശങ്കറിന് എന്റെ വക ഒരു സ്മോൾ ഗിഫ്റ്റ്. പക്ഷേ അയാളുടെ നെഞ്ചത്തൊരു കുഴിബോംബ് പൊട്ടും. അയാളുടെ അവശേഷിക്കുന്ന ഉറക്കം എന്നേക്കുമായി ഇല്ലാതാകും. ആ സമാനം നേർത്ത മയക്കത്തിൽ പോലും അയാളുടെ സ്വസ്ഥതയെ കൊത്തി വലിക്കും. ശരി, കാത്തിരുന്ന് കാണാം. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ മമ്മയെന്ന് വിളിക്കട്ടെ. അമ്മ. മോനെ എപ്പോ വരും? വരും അമ്മ. അവിടെ എന്തൊക്കെയാ പരിപാടികള്? എന്ത് പരിപാടി? ആ ജയശങ്കർ മുൻകൈ എടുത്ത് ഒന്നും ചെയ്യത്തില്ലല്ലോ. അക്ഷര അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകുന്നോ പായസം വെക്കുന്നോ ഒക്കെ പറയുന്നു കേട്ടു. ഞാൻ വരുന്ന കാര്യമല്ലോ അമ്മ അയാളോട് പറഞ്ഞിരുന്നോ? ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു. എവിടെ വീരപുരുഷൻ? അപ്പുറത്തുണ്ട്. ശകുനി സ്വാമിയായിട്ട് എന്തോ ഒരു മീറ്റിംഗ്. ഞാനൊന്ന് വിളിക്കട്ടെ. അമ്മ വെച്ചോ. ശരി മോനെ, ബൈ. നിരഞ്ജന്റെ ഈ അവസ്ഥയിൽ ഒരു ദൂരയാത്ര സ്വാമി ഒറ്റയ്ക്ക് പോയാൽ മതി. അക്ഷരമയുടെ സമ്മതിക്കുന്നതിന് സ്വാമിയെ അയക്കുന്നത് ഞാനാ. നേരത്തെ ഞാൻ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി എൻ്റെ വാക്കുകൾ മാത്രം കേട്ടാൽ മതിയെന്ന്. അതുമാത്രമല്ല, തിരിച്ചു വരുന്ന വഴിക്ക് സ്വാമിക്ക് ഞാൻ പറയുന്ന 1-2 സ്ഥലത്തോട്ട് കയറേണ്ടി വരും. നിരഞ്ജൻ കൂടി ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല. മനസ്സിലായോ? മനസ്സിലായി. ആ നായ വിശാൽ. സാർ ഫോൺ എടുക്ക്. യെസ്, ജയശങ്കർ ഹിയർ. തടകൊഴിഞ്ഞ സിംഹത്തിന് സുഖമല്ലേ? നിനക്ക് സുഖമല്ലേടാ നായ? വെറും നായയല്ല വിശാൽ, ഹണ്ടർ ഡോഗ, വേട്ടപ്പട്ടി. നീ വിളിച്ച കാര്യം പറ. നാളെയല്ലേ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അല്ല കൊല്ലപ്പെട്ട മായാരഞ്ജനയുടെ ഓർമ്മ ദിവസം. എന്റെ ഭാര്യ കൊല്ലപ്പെട്ടതല്ല. മായയുടെ മരണത്തിൽ ഒരു ദുരൂഹതയുമില്ല. അത് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാങ്ങളെ. ദുരൂഹതകളില്ലെങ്കിൽ കുറച്ച് ദുരൂഹത നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. വിളിച്ച കാര്യം പറയടാ നീ. നാളെ ഞാനും വരുന്നുണ്ട്. എവിടേക്ക്? അങ്ങോട്ട് തന്നെ. മായാരഞ്ജനിക്ക് പൂക്കൾ അർപ്പിക്കാനും ഓർമ്മ പായസം കുടിക്കാനും. ഇവിടേക്ക് നീ എന്തിനാ വരുന്നത്? എനിക്ക് അവകാശം ഉള്ളത് കൊണ്ടാ വരുന്നത് ഞങ്ങളെ. ഓക്കെ, നാളെ കാണാം. ബൈ. എന്താ സാർ? അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതൊരു വെറും വരവല്ലല്ലോ സാർ. വരട്ടെ. വെളച്ചിലെടുക്കാനാണെങ്കിൽ ഇവിടെ ഇട്ട് പൊട്ടിക്കും ഞാൻ. അക്ഷര, എന്താ ഇത്? ഞാൻ എന്റെ അമ്മയോട് മാപ്പ് ചോദിക്കാം. ജീവിച്ചിരുന്നപ്പോ തിരിച്ചറിയാതെ പോയതിന്. അങ്ങനെയൊന്നും ഇല്ല അക്ഷര. അല്ലെങ്കിൽ തന്നെ ഈ 18 കൊല്ലം കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? ചുമ്മാ ഷോ. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകളും ആ ഓർമ്മകൾ നൽകുന്ന വേദനകളും
ഇല്ലാതാവില്ല അപ്പച്ചി. 3 ദിവസം മുമ്പല്ലായിരുന്നു അപ്പച്ചിയുടെ ഭർത്താവ് ഡെന്നിച്ചായന്റെ ഓർമ്മ ദിവസം. അന്ന് അപ്പച്ചി കല്ലറയിൽ പൂക്കൾ വെച്ചതും മെഴുകുതിരി കത്തിച്ചതും ഷോ ആയിരുന്നു. ഒന്നും മിണ്ടണ്ട. വിശാല, നിന്റെ മകനെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അത് ഇന്നത്തെ ദിവസം. ഈ ദിവസം അവൻ വരേണ്ട ദിവസം. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കൂ. ഡോക്ടർ, എങ്ങനെയുണ്ട് ഹെൽത്ത്? ആർ യു ഓക്കെ? പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അക്ഷര, ഹൗ ആർ യു? ഛേ, ആ മമ്മ, ആ? പൂക്കൾ അർപ്പിച്ചില്ലേ നാത്തൂന്? ഓ, ഞാനിനി പൂക്കളിട്ടിട്ട് മായാരഞ്ജനിക്ക് നൊന്തൂന്ന് വേണ്ട. നീ വന്ന ജോലി കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. ജോലി തുടങ്ങാൻ പോകുന്നില്ലേ ഉള്ളൂ അങ്കിളെ. ആ അല്ല, ഇന്ന് പായസം ഒന്നും വെച്ചില്ലേ? പ്രിയപ്പെട്ടവരുടെ മധുരമുള്ള ഓർമ്മകൾക്ക് വേണ്ടി. അക്ഷര, വിശാലിന് പായസം എടുത്തു കൊടുക്ക. എന്റെ കൈ കൊണ്ട് ഇവനോ? നല്ല കാര്യമായി. അല്ലെങ്കിലും കാളകൂടത്തിന്റെ കൈകൊണ്ട് ഇവന് മധുരം വേണ്ട. നിന്റെ അമ്മയുടെ പടം അവൻ വന്നു കണ്ടു. നീ പണം കാണാനും പായസം കുടിക്കാനും വന്നാണ്? അല്ല, പടം തരാനും പടം ആക്കാനും. വക്കീലേ സാർ, അതിങ്ങ് എടുത്തോണ്ട് വാ. ആ ഡോക്ടർ ജയശങ്കറിന് ഇന്നത്തെ ദിവസം എന്റെ വക ഒരു സമ്മാനം. ഡോക്ടർ ഡെന്നിസിന്റെ ചിത്രം. എന്റെ പപ്പയുടെ, എന്റെ മമ്മയുടെ, ഡെന്നിച്ചായന്റെ. ഈ ചതിയന്റെ ചിത്രം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു? എന്റെ പപ്പയെ ചതിയെന്ന് വിളിച്ചാൽ നിങ്ങളെ ഞാൻ... സാറിന് നീ ഒന്നും ചെയ്യില്ല. അതെ, നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ സീൻ വേറെ ഉണ്ട് സ്വാമി. ആ പിന്നെ ഇതുപോലൊരു നല്ല പടമായി തീയിലിരിക്കണ്ടേ? അതിന് സ്വാമിക്ക് സ്വന്തമായിട്ട് 4 ചൂര ഇവിടെ. അത് സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം.